ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിവ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ചാനലിൽ പുതിയ വിസിറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതിൽ കുറേ കമൻസ് കണ്ടു, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു റിപ്ലൈ എന്ന രീതിയിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ, നമ്മുടെ ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ അറേബ്യൻ മിക്സിംഗ് ക്രീമിനെ പറ്റിയാണ് കേട്ടോ. ഇതാണ് ക്രീം. അപ്പോൾ ഇത് കുറേ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, കുറേ ഡൗട്ട്സാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ക്രീം ഞാനല്ല യൂസ് ചെയ്തിട്ടുള്ളത്, എൻ്റെ ബ്രദറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ശരിക്കും 1300 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. നമ്മളിത് ഓൺലൈനിലല്ല വാങ്ങിച്ചത്. ഒരു ഒരു നമ്പറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിന് പേജ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ആൾ വഴിയാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ആളുടെ പേര് സിദ്ദിഖെന്നോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇവരുടെ തന്നെ ഒരു ലിപ് ബാം ഉണ്ട്, കളർ ലിപ്പ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ ലിപ് ബാം ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ റിവ്യൂസും കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ കേട്ടപ്പോൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ തന്തോഷിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, പിന്നെ നമ്മുടെ ശതകൗതുകൃതം, ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കളർ ലിപ്പ് എന്ന് പറയുന്ന ഈ ഒരു അറേബ്യൻ മിക്സിംഗ് ക്രീമിൻ്റെ അവരുടെ തന്നെയാണ് ഈ കളർ ലിപ്പ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാനൊന്നും ചെയ്യാഞ്ഞത്. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ കാര്യം ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത്രയുമാണ് ഉള്ളത് കേട്ടോ. ശരിക്കും ഈ ഒരു ക്രീം കിട്ടിയപ്പോൾ നല്ല വൈറ്റ് ആയിട്ടുള്ള ഒരു കളറായിരുന്നു. നമ്മുടെ പഴയ സ്നോ ഒക്കെ ഇല്ലേ, പഴയ നമ്മൾ നിവ്യ ഒക്കെ ഇല്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് ക്രീമായിരുന്നു. നമ്മൾ തൊടുമ്പോൾ ശരിക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീം, നല്ലൊരു ടെക്സ്ചർ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ക്രീമിൻ്റെ കളർ പതുക്കെ മാറാൻ തുടങ്ങി. മാറിക്കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കളറായത്. ഞാൻ നേരത്തെ വീഡിയോയിൽ ചെയ്തപ്പോൾ ഒരു പിങ്ക് കളറായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇച്ചിരിയും കൂടി ഒരു ഡാർക്ക് ക്രീം കളർ, അങ്ങനെ ആ ഒരു കളറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ക്രീം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ളതല്ല, ദുബായിൽ നിന്ന് അവർ കൊണ്ടുവരുന്നതാണെന്നാണ് പറഞ്ഞത്. ദുബായ്, അബുദാബിയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ക്രീം ശരിക്കും യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് വൈറ്റനിങ്ങിന് വേണ്ടി, കോംപ്ലക്ഷൻ കൂട്ടാനായിട്ട്, ഡാർക്ക് സ്പോട്ട്സ്, പിന്നെ റിങ്കിൾസ് മാറാനായിട്ട്, ആൻറ്റി ഏജിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു ക്രീം ഉപയോഗിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ലാത്ത റിസൾട്ട് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബ്രദറാണെങ്കിലും ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ല. കുറച്ച് ടൈം എടുത്തു റിസൾട്ട് കിട്ടാനായിട്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ പ്രോപ്പറായിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, ആ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഏതൊരു കാര്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ സ്കിന്നിന് കിട്ടിയ ആ ഒരു സംഭവം കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു കാര്യത്തിലും അതങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബ്രദറും അവരുടെ ഫ്രണ്ട്സൊക്കെ കൂടിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൈമിലൊക്കെ കുഴപ്പമില്ലാത്ത റിസൾട്ടാണ്. അപ്പോൾ വെയിൽ കൊണ്ടാലും അവർ വെയിലത്തൊക്കെ പോകാറുണ്ട്. വെയിൽ കൊണ്ടാലും അത്ര വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല എനിക്ക്, ഞാൻ കാണുന്നതാണ്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഇവരുടെ ഈ ഒരു ക്രീമിൽ ശരിക്കും സൺസ്ക്രീൻ ഏജൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നൈറ്റ് ക്രീമാണ് കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ ഏജൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സൂര്യപ്രകാശം കൊള്ളുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഡാമേജസ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഇവർ ക്ലെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം വെയിൽ ഏറ്റ് കഴിഞ്ഞാൽ അത് പ്രശ്നമില്ലാതെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ശരിക്കും ഇത് ക്ലിയർ ആവുന്നില്ല, അതുകൊണ്ട് കുറേ ഫെയ്ഡ് ആയിട്ടുണ്ട്, ശരിക്കും കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നതിൽ കോജിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. കോജിക് ആസിഡ് ശരിക്കും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ പിഗ്മെൻറ്റേഷനെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പിഗ്മെൻറ്റേഷൻ ഡോക്ടറെ കാണിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഡോക്ടർ കുറിച്ച് തരുന്ന ക്രീമിൽ ഓവർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് ഉള്ളിലേക്ക് മരുന്ന് കഴിക്കണം. അതിപ്പം നോക്കിലുള്ളവരാണെങ്കിലും ഉള്ളിലേക്ക് മരുന്ന് കഴിക്കണം. അപ്പോൾ ഈ പിഗ്മെൻറ്റേഷൻ ക്രീംസിലൊക്കെയും പല ക്രീമുകളിലും കോജിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഇത്ര ടൈം പീരീഡിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര അളവേ ഉപയോഗിക്കാൻ ഉള്ളൂ എന്നൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു അത് കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരളവിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് അങ്ങനെയാണ് ഇവർ പറയുന്നത്.
ഈ ഒരു ക്രീം 2 ബോട്ടിൽ വരെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ 2 ഇയേഴ്സിലായൊക്കെ ഈ കളർ നിൽക്കും. പിന്നീട് വീണ്ടും റീഅപ്ലൈ ചെയ്യുക, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ 2 ബോട്ടിൽ മതി എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ ഹെർബൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല, അല്ലെങ്കിൽ ആയുർവേദിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല. അത് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്. നമ്മുടെ ഇത് ആയുർവേദം അല്ല, ഇതൊരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് പോലെ. ഇതിൽ എന്താ കുറച്ച് എന്താ നമ്മുടെ ഹെർബൽ എക്സ്ട്രാക്ട്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് എന്ത് ഹെർബൽ എക്സ്ട്രാക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ ബീസ് വാക്സ്, പിന്നെയെന്ന് വെച്ചാൽ ഓക്കെ കോജിക് ആസിഡ്, വിറ്റാമിൻ ഇ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ സൺസ്ക്രീൻ ഏജൻസ്. അപ്പോൾ ഈ ഹൈഡ്രോക്വിനോണിൻ, മെർക്കുറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള വൈറ്റമിൻ ക്രീമുകളും പ്രഗ്നൻസി ടൈമിൽ ഉപയോഗിക്കാൻ പാടില്ല. അതിപ്പോൾ വിവ ക്രീം ആണെങ്കിൽ പോലും, വിവ ക്രീം നമ്മുടെ കോട്ടക്കിൻ്റെ തന്നെ ക്രീമാണല്ലോ. അപ്പോൾ ആ ക്രീം ആണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മളെക്കാൾ ഉപരി നമ്മളിപ്പോൾ പ്രഗ്നൻസി ടൈമിൽ കുറച്ച് കളറൊക്കെ ഫെയ്ഡ് ആകും, അല്ലെങ്കിൽ നമ്മുടെ എന്താ കഴുത്തിലൊക്കെ പിഗ്മെൻറ്റേഷൻ വരും, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ നമ്മളെക്കാൾ ഉപരി നമ്മുടെ വയറ്റിലുള്ള കുഞ്ഞിനെയാണ് നോക്കേണ്ടത്. ആ ടൈമിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മഞ്ചിഷ്ട ഓയിലോ അല്ലെങ്കിൽ ദിനേശ് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് മഞ്ഞളൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. കാരണം ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഫെയ്ഡായി പോകും, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഒരു സാധനവും വൈറ്റനിങ് ക്രീമുകൾ പ്രത്യേകിച്ച് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതാണിത്. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ടൈം എന്ന് പറയുന്നത് രാത്രിയാണ്. രാത്രി ഇപ്പോൾ ഏത് വൈറ്റനിങ് ക്രീമുകളാണെന്നുണ്ടെങ്കിലും രാത്രിയേ ഉപയോഗിക്കാവുള്ളൂ. ഞാൻ ഒരു കോസി കെയറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്രീമിൽ അവർ പറഞ്ഞിട്ടുണ്ട് ട്വൈസ് എ ഡേ യൂസ് ചെയ്യുന്നത്. രാത്രിയും രാവിലെയുമാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ സ്കിൻ കോംപ്ലക്ഷൻ കൂട്ടാനുള്ള അല്ലെങ്കിൽ വൈറ്റനിങ് ക്രീമുകളൊക്കെ ഒരിക്കലും ഒരു കാരണവശാലും പകൽ ഉപയോഗിക്കാൻ പാടില്ല. അത് രാത്രി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ക്രീമും ഉപയോഗിക്കാം. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. ഇത് കുറേ ആൾക്കാർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒരിക്കലും ഞാൻ ഇതിൻ്റെ നമ്പറൊന്നും എനിക്കറിയില്ല. ഞാൻ അതൊന്നും വെക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമൻറ്റിൽ ഒരുപാട് പേര് അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പരസ്പരം വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ ഒരിക്കലും ഈ ഒരു ക്രീംസിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഇപ്പോൾ ഒരു വൈറ്റനിങ് ക്രീമിനെയും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഞാൻ ഈ ക്രീം ഉപയോഗിച്ചിട്ടുമില്ല. പിന്നെ എൻ്റെ ബ്രദർ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ആണ്. ഉപയോഗിക്കുന്ന ടൈമിൽ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും റിസൾട്ടൊക്കെ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതുവരെ സൈഡ് എഫക്റ്റ് അവൻ പ്രോപ്പറായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. എനിക്ക് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു എന്താ കറക്റ്റായിട്ട് ഇത് പറയാത്തത്. അപ്പോൾ കുറേ നാൾ ഉപയോഗിച്ചിട്ട് കുറച്ച് നിർത്തി വെയിലത്തൊക്കെ പോകുമ്പോൾ കുറച്ച് നാൾ ഉപയോഗിക്കും, പിന്നെ കുറേ നാൾ ഉപയോഗിക്കത്തില്ല. അങ്ങനെയാകുമ്പോൾ കുറച്ച് കളറൊക്കെ ഫെയ്ഡ് ആകുന്നുണ്ട് കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ആരെങ്കിലും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ബാക്കി ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊരു ഹെൽപ്പായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ കാര്യം. ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കമൻറ്റ്സ് കുറേ വന്നിട്ടുണ്ട്. ഞാൻ അതിനൊന്നും റിപ്ലൈ ചെയ്തിട്ടില്ല. എനിക്കൊരു പ്രോപ്പർ റിപ്ലൈ കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല ആ ഒരു കമൻറ്റ്സിനൊന്നും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു ക്രീമിനെ പറ്റി പറയാനായിട്ട്. എല്ലാവർക്കും പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമുക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, ഇതുപോലെ എന്തെങ്കിലും റിവ്യൂസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എനിക്കറിയാവുന്നിടത്തോളം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക. ബൈ.